എക്കോ കിഷ്കിന്ധാകാന്ഡം ടീമിൻ്റെ ഏറ്റവും പുതിയ സിനിമ ക്രോണിക്കിൾസ് ഓഫ് ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്നാണ് ഈ സിനിമയുടെ ഒരു ടാഗ് ലൈൻ തന്നെ. അപ്പം ഈ സിനിമയെപ്പറ്റി പറയുവാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ആവശ്യത്തിലധികം ഒത്തിരി ഹൈപ്പ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ലാസ്റ്റ് വെള്ളിയാഴ്ച സിനിമ റിലീസായപ്പോൾ തന്നെ വളരെ ചുരുക്കം കുറച്ച് സ്ക്രീനുകളിൽ മാത്രമേ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബാംഗ്ലൂർ ഇവിടെ അത്രയും പെട്ടെന്ന് തന്നെ കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് സാറ്റർഡേ ആയപ്പോഴത്തേന് പതിയെ ഇതിൻ്റെ സ്ക്രീനിൻ്റെ എണ്ണം കൂടി, സൺഡേ ആയപ്പോഴത്തേന് വീണ്ടും കൂടുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ഹൈപ്പിനോട് ഇവർക്ക് അല്ലെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് നീതി പുലർത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം പേഴ്സണലി ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഷ്കിന്ധാകാന്ഡത്തിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ അതാണ് ഇക്കോ എന്ന് പറയുന്നത്. ആക്ച്വലി കിഷ്കിന്ധാകാന്ഡത്തിൽ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറി ആയിരുന്നെങ്കിൽ, ഇക്കോയിലേക്ക് വരുമ്പോഴത്തേന് അതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ സംഭവിച്ച് നല്ലൊരു മികച്ചൊരു മിസ്റ്ററി ത്രില്ലർ എന്നുള്ള രീതിയിലേക്ക് തന്നെ ഇത് മാറിയിരിക്കുന്നു. ഈ കുര്യച്ചൻ എന്ന് പറഞ്ഞ ആളുടെ പറഞ്ഞാൽ തീരത്തില്ലാത്ത കുറേ കഥകൾ, അതാണ് ഈ എക്കോ എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പം ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഈച്ച് ആൻഡ് എവരി ആക്ടർ, അവരുടെ എല്ലാം പാട്ട് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ഷൻ ടീം, അതായത് ദിൽജിത്ത് അയ്യത്താൻ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് ഇത്. അപ്പം പുള്ളിയുടെ ഇതിന് മുന്നേ ഉള്ള ഡയറക്ടറുടെ സിനിമസ് എല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിഷ്കിന്ധാകാന്ഡം ഏറ്റവും മുകളിൽ തന്നെ നിൽക്കും. പക്ഷേ പേഴ്സണലി എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു അഭിപ്രായം എനിക്ക് മാറ്റേണ്ടി വന്നു. കാരണം അത്രയും മികച്ച രീതിയിലാണ് പുള്ളി ഇതിനകത്തെ ഓരോ ഷോട്ടും എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം മെയിനായിട്ടും ഈ സിനിമയിൽ ഈ കഥാപാത്രങ്ങളെല്ലാം കൂടെ തന്നെ നേച്ചറിനും വളരെ മികച്ചൊരു റോളാണ് നൽകിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഓരോ ഫ്രെയിംസ് ഇതെല്ലാം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അപ്പം DOP എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തിരക്കഥാകൃത്തായ ബാഹുൽ തന്നെയാണ്. അപ്പം പുള്ളി മനസ്സിലെങ്ങനെയാണോ ആ ഒരു കഥയെപ്പറ്റി കണ്ടിരിക്കുന്നത്, അതേ രീതിയിൽ തന്നെ പുള്ളിക്ക് അത് എടുത്തു വെക്കാനും എന്നാൽ അതേ രീതിയിൽ തന്നെ അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാനും ഡയറക്ടർ റൈറ്റർ കോംബോയ്ക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ഡെഫിനറ്റ്ലി എ മസ്റ്റ് വാച്ച് മൂവി ഫ്രം തിയേറ്റർ. അപ്പം വളരെ നല്ല സൗണ്ട് സിസ്റ്റവും നല്ല സ്ക്രീനും ഉള്ളൊരു തിയേറ്ററിൽ നിന്ന് പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം തോന്നത്തില്ലാത്തൊരു സിനിമയാണിത്. അത് എനിക്ക് എഴുതി ഒപ്പിട്ട് തരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനീ പറയുന്നത്. ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമായിട്ട് തോന്നത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്തെ കാസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ തന്നെ സന്ദീപ്, അതായത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പടക്കല എന്ന സിനിമയെ കൂടെ തന്നെ വളരെ നല്ല ശ്രദ്ധ പിടിച്ചു പറ്റിയ സന്ദീപ്, പുള്ളി മറ്റേ നമ്മുടെ നസ്ലിൻ്റെ ജിംഖാനയ്ക്കകത്തും നല്ല റോള് തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇതിലേക്ക് വരുമ്പം പുള്ളിക്ക് ഒരു ആക്ടർ എന്ന രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നൊരു മൂവിയാണെന്ന് പറയാൻ പറ്റും. പിന്നെ അശോകൻ, നരൻ, വിനീത്, ഇവരൊക്കെ തന്നെ ഇവർക്ക് കിട്ടിയ റോള് എല്ലാം നന്നായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു എടുത്തു പറയേണ്ട ക്യാരക്ടർ എന്ന് പറയുന്നത് മ്ലാത്തിച്ചടത്തിയായിട്ട് വന്ന ആ ഒരു പുള്ളിക്കാരിയുടെ ആ ഒരു ക്യാരക്ടർ, അതും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഒരു നല്ലൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷ്വൽസിനോടെല്ലാം സിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള മുജീബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് സ്കോറിങ്, അത് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ബൂസ്റ്റ് അല്ല, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അത് സിങ്കായിരിക്കുന്നത്. ഓരോ സീനിലും ഓരോ ഫ്രെയിമിൽ എന്താ പറയുന്ന ഓരോ ഫ്രെയിമും പോകുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് അറിയാണ്ട് ഇൻവോൾവ് ആയി പോകും. പിന്നെ ഇവരുടെ മേക്കേഴ്സ് ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ആനിമൽ ട്രയോളജിയിലെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതിനോട് കംപ്ലീറ്റ്ലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിങ്ങും സ്റ്റോറിയെല്ലാം പോയിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് സോ ഫാർ ഫ്രം മലയാളം ഫിലിം ഇൻഡസ്ട്രി. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സിനിഫൈൽ ആണെങ്കിൽ ഒരിക്കലും മിസ്സാകാൻ പാടില്ലാത്ത ഒരു സിനിമയാണിത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അഭിപ്രായം പറയുക. എഗെയിൻ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ അകത്ത് നിരാശപ്പെടേണ്ടതായിട്ട് വരത്തില്ല. താങ്ക് യു.